ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. നമ്മളൊരു കാറ് പഠിക്കുന്ന ടൈമിൽ അത്യാവശ്യം റോഡിലൊക്കെ നേരെയൊക്കെ ഓടിക്കും. പക്ഷെങ്കിൽ ഒരു വണ്ടി തിരിക്കേണ്ട സാഹചര്യം വരുമ്പോൾ പല ആൾക്കാർക്കും കൃത്യമായിട്ടൊരു വാഹനം തിരിക്കാനായിട്ട് അറിയത്തില്ല. നമ്മൾ വണ്ടി തിരിക്കേണ്ട സിറ്റുവേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു വണ്ടിയുടെ ഫ്രണ്ട് ചെറിയ സ്പേസിലേക്ക് കയറ്റി വണ്ടി തിരിക്കേണ്ടതായിട്ട് വരും. ചില സിറ്റുവേഷനിൽ വണ്ടിയുടെ ബാക്ക് സൈഡ് ചെറിയ സ്പേസിലേക്ക് കയറ്റി തിരിക്കേണ്ടതായിട്ട് വരും. ചില സാഹചര്യങ്ങളിൽ നമുക്ക് യു ടേൺ എടുക്കേണ്ടതായിട്ട് വരും. തീർച്ചയായിട്ടും നിങ്ങൾ ഇനി വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ട് വരുന്ന റോഡുകളിൽ നിങ്ങൾക്കൊരു വാഹനം റിവേഴ്സ് കയറ്റി തിരിക്കാൻ, അല്ലെങ്കിൽ ഫ്രണ്ട് കയറ്റി തിരിക്കാൻ, അല്ലെങ്കിൽ യു ടേൺ എടുത്ത് തിരിഞ്ഞു പോകാനായിട്ട് ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ പതിവ് പോലെ ഇന്നത്തെ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഞാൻ എല്ലാ വീഡിയോകളിലും പറയാറുള്ളത് പോലെ തന്നെ ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്താണോ അത് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ നമ്മളുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സൈഡിലുള്ള ബെൽ ഐക്കണിൽ ഒന്ന് ഓളമർത്തിയിട്ടേക്കുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പരിശീലനം അങ്ങനെയുള്ള കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഇനി നമുക്ക് എങ്ങനെ ഡിഫറൻ്റ് ആയിട്ട് ഒരു വണ്ടി തിരിച്ചെടുക്കാമെന്നുള്ളത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അതിനു മുന്നേ നിങ്ങളൊരു ചെറിയൊരു ട്രിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വണ്ടി തിരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കണം. ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് നമ്മളൊരു വണ്ടി തിരിക്കുന്ന സമയത്ത് ഒരു ബിഗിനറിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് വണ്ടി ഫ്രണ്ട് കയറ്റി തിരിക്കുകയോ അല്ലെങ്കിൽ ബാക്ക് കയറ്റി തിരിക്കുന്ന സമയമോ അല്ലെങ്കിൽ യു ടേൺ എടുക്കുന്ന സമയത്തൊക്കെ വണ്ടി ഓഫായി പോകാറുണ്ട്. അപ്പോൾ ഓഫ് ആകാതിരിക്കാനായിട്ടുള്ള ഒരു ട്രിക്ക് പറയാം. വണ്ടി തിരിക്കാൻ പ്ലാൻ ചെയ്താൽ നിങ്ങളുടെ ഇടത്തെ കാലെടുത്ത് ക്ലച്ച് പെഡലിൽ കൃത്യമായിട്ടും വെച്ചിരിക്കണം. കാരണം നമ്മൾ വണ്ടി തിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒന്ന് വണ്ടി സ്ലോ ചെയ്യാനായിട്ട് ഇത് ആക്സിലറേറ്റർ പെഡലിൽ നിന്ന് ബ്രേക്കിൽ വരുന്നതിനോടൊപ്പം നമുക്കിത് ക്ലച്ചും കൂടെ ചവിട്ടേണ്ടതായിട്ട് വരും. നമ്മൾ ഈ ഫ്ലോറിൽ വെച്ചിട്ടാണ് ക്ലച്ചിലേക്ക് എടുത്ത് കാല് വെക്കുന്നതെങ്കിൽ തുടക്കക്കാരനെ സംബന്ധിച്ച് ഈ ഫ്ലോറിൽ നിന്ന് ക്ലച്ചിലേക്ക് കാല് വരാനായിട്ടുള്ള ഒരു ലേറ്റൻസി വരും. അപ്പോൾ ആ ടൈമിൽ വണ്ടി ഓഫ് ആകും. അപ്പോൾ എന്ത് ചെയ്യണം? തിരിക്കാൻ പ്ലാൻ ചെയ്താൽ നിങ്ങളുടെ ഇടത്തെ കാലെടുത്ത് ജസ്റ്റ് ക്ലച്ച് പെഡലെ വെച്ചേക്കുക. താത്തി കൊടുക്കരുത്, ആവശ്യാനുസരണം മാത്രം താഴ്ത്തി കൊടുക്കുക. ഒപ്പം നമ്മൾ ബ്രേക്കും ആക്സിലറേറ്ററും ഈ ഒരു രീതിയിൽ കൺട്രോൾ ചെയ്യുക. ബ്രേക്ക് പെഡലിനോട് ചേർന്ന് നമ്മളുടെ വലത്തെ കാല് ഇതുപോലെ വെക്കുക. അതിനുശേഷം ഇതുപോലെ മാറി മാറി യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇടത്തെ കാല് കൃത്യമായിട്ട് ക്ലച്ചിൽ നിങ്ങൾ വെച്ചിരിക്കണം. ഓക്കെ, ഇതാണ് ആ ഒരു ട്രിക്ക്. ഞാൻ നിങ്ങളെ ആദ്യമായിട്ട് കാണിച്ചു തരുന്നത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് വണ്ടി തിരിക്കാനായിട്ടുള്ള ഒരു ട്രിക്കാണ്. അതായത് നല്ലൊരു സ്പേസിൽ നമ്മൾ വണ്ടി യു ടേൺ എടുക്കാനായിട്ടുള്ള ഒരു ട്രിക്ക്. തീർത്തും ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ വണ്ടി ഓടിച്ചു പോകുന്ന സ്ഥലങ്ങളിൽ നമുക്ക് സ്പേസ് ഇല്ലെങ്കിൽ കുറച്ചും കൂടെ മുന്നോട്ട് പോവുക, സ്പേസ് കണ്ടെത്തുക. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഞാൻ ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മളൊരു സ്പേസ് നോക്കി പോവുകയാണ്. ഇങ്ങനെ നോക്കി ചെന്നപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് നല്ല രീതിയിലുള്ളൊരു സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു വണ്ടി കിടപ്പുണ്ട്, എന്നാൽ നമുക്കിവിടെ ഒരു യു ടേൺ എടുത്ത് തിരിഞ്ഞു പോകാനായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നു. ഇപ്പം ഞാൻ ഓൾറെഡി ക്ലച്ചിൽ എൻ്റെ കാലുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആദ്യം പറഞ്ഞ ഒരു ട്രിക്ക് ഇവിടെ എനിക്ക് ഉപയോഗപ്പെടുത്താൻ സാധിച്ചു. അതായത് പെട്ടെന്ന് എനിക്ക് ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചെയ്ത് വണ്ടി നിർത്താനായിട്ട് കഴിഞ്ഞു. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. നമ്മളിവിടെ ഇപ്പോൾ യു ടേൺ എടുക്കാൻ പോവുകയാണ്. കൃത്യമായിട്ട് ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. അതിനുശേഷം നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ വണ്ടി ഓഫായി പോകുന്നുണ്ടെങ്കിൽ ഓഫ് ആകാതിരിക്കാനായിട്ടുള്ള ഒരു ട്രിക്ക് പറയാം. നിങ്ങൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ലൈറ്റായിട്ടുള്ള ഒരു ആക്സിലറേഷൻ കൊടുത്തു പിടിക്കുക. ലൈറ്റായിട്ട് ഞാൻ ആക്സിലറേഷൻ കൊടുത്തു പിടിക്കുന്നു. എന്നിട്ട് നിങ്ങൾ ക്ലച്ചിൽ നിന്ന് പതുക്കെ റിലീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വണ്ടി ഓഫ് ആകാതെ എടുക്കാം. ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും സാവധാനത്തിൽ ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുക. ആക്സിലറേഷൻ കൊടുത്തിട്ട് ഏറ്റവും സാവധാനത്തിൽ റിലീസ് ചെയ്യുക. എന്നിട്ട് ക്ലച്ച് പെടലെ ഇങ്ങനെ കാല് വെക്കുക. വണ്ടി മൂവ് ആയി കഴിഞ്ഞാലും ഞാൻ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ സ്റ്റിയറിംഗ് തിരിച്ചു വരുന്നു. അതിനുശേഷം എൻ്റെ ഒരു കാല് ഇടത്തെ കാല് ക്ലച്ചിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി ഇതുപോലെ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്ത് വരാം. യു ടേൺ എടുക്കുകയാണ്, ഈ സൈഡിലേക്ക് സ്പേസ് ചേർത്തെടുക്കുന്നു. ഒപ്പം ഇങ്ങനെ തിരിഞ്ഞു വരുന്ന സമയത്ത് ഈ ആക്സിലറേഷൻ പെഡലിൽ നിന്ന് ബ്രേക്ക് പെഡലിലേക്ക് വരിക. വലത്തെ സൈഡിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു വരുന്നു. ബ്രേക്ക് പെഡലെ വെച്ചുകൊണ്ട് തന്നെ സ്റ്റിയറിംഗ് മെല്ലെ നേരെയാക്കി കൊടുക്കുക. അതിനുശേഷം ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കുക. പിന്നെ നമ്മൾ ക്ലച്ചിൽ നിന്ന് കാല് അയക്കുക. ഓക്കെ, അപ്പോൾ തിരിഞ്ഞു വരുന്ന സന്ദർഭങ്ങളിൽ ഒരു വണ്ടിയുടെ വേഗത കൺട്രോൾ ചെയ്യാനായിട്ട് യു ടേൺ എടുക്കുമ്പോൾ നിങ്ങളത് ഈ ഒരു മെത്തേഡ് അനുസരിച്ച് നിങ്ങളുടെ ഇടത്തെ കാലെടുത്ത് ക്ലച്ച് പെഡലിൽ ജസ്റ്റ് വെച്ചേക്കുക. ഇനി നിങ്ങളെ ഞാൻ അടുത്തതായിട്ട് കാണിച്ചു തരുന്നത്, നമുക്ക് ചെറിയ സ്പേസുകളൊക്കെ വണ്ടി ഓടിച്ചു പോകുന്ന സമയങ്ങളിൽ ചിലപ്പോൾ വണ്ടി തിരിക്കാൻ കിട്ടിയെന്ന് വരുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ എങ്ങനെയാണ് നിങ്ങൾ ശരിയായ രീതിയിൽ തിരിക്കേണ്ടത്? ഇപ്പം നിങ്ങളെ അതിന് ഒരു ഉദാഹരണം കാണിക്കാം. ഇപ്പം നമ്മൾ ഇങ്ങനെ വരുന്നു, ഇങ്ങനെ ഓടിച്ചു വരുന്ന സമയത്ത് നമുക്കിവിടെ വണ്ടി തിരിക്കണം. ഇവിടെ വണ്ടി തിരിക്കാനായിട്ട് വന്നപ്പോൾ എനിക്ക് കണ്ട ഒരു സ്പേസ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്ത് ചെറിയൊരു സ്പേസ് ഉണ്ട്.
നമുക്കിവിടെ രണ്ട് രീതിയിൽ വണ്ടി തിരിക്കാം. ഒന്ന്, നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഇത് ഈ ഒരു സ്പേസിലേക്ക് കയറ്റിയിട്ട് വണ്ടി നേരെ റിവേഴ്സ് എടുത്ത് നമുക്ക് തിരിക്കാൻ കഴിയും. അതായത് വണ്ടിയുടെ ബാക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ കഴിയും. മറ്റൊന്ന്, നമ്മുടെ വണ്ടി നേരെ മുന്നിലേക്ക് പോയിട്ട് വണ്ടിയുടെ ബാക്ക് സൈഡ് ഈ ഒരു ഭാഗത്തേക്ക് കയറ്റി തിരിക്കാൻ കഴിയും. അപ്പം ഇതിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് വണ്ടി തിരിക്കാനായിട്ട് കഴിയുന്നത് എപ്പോഴും നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡ് കയറ്റി തിരിക്കുന്നതാണ് ബെറ്റർ. ഇനി രണ്ട് മെത്തേഡ് നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാം. കൃത്യമായിട്ട് നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ഇടത്തെ കാല് ക്ലച്ച് പെടലിൽ ഇരിക്കുക. ഇപ്പം ഞാൻ ഫ്രണ്ട് കയറ്റി തിരിക്കുന്നതാണ് നിങ്ങളെ ആദ്യം കാണിക്കുന്നത്. നിങ്ങൾ നോക്കുക, ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ഇവിടെ നമുക്കൊരു ഈ ഒരു ഭാഗത്തേക്ക് വണ്ടിയുടെ ഫ്രണ്ട് കയറാം. അതിന് ഞാനിത് വലത്തെ സൈഡിലേക്ക് സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ട് പിടിച്ച് നമ്മളിത് ഈ ഒരു ഭാഗത്തേക്ക് വണ്ടിയുടെ ഫ്രണ്ട് കയറ്റി. എൻ്റെ കാല് ഓൾറെഡി ക്ലച്ചിൻ്റെ ആ ഒരു ഭാഗത്തുള്ളത് കൊണ്ട് തന്നെ എനിക്ക് വളരെ വേഗത്തിൽ ക്ലച്ചും ബ്രേക്കും ചവിട്ടി ഇത്തരത്തിൽ വണ്ടി ഈ ഒരു കയറ്റത്ത് നിർത്തി. ഓക്കെ, ഇനി നമുക്ക് വണ്ടിയുടെ ബാക്ക് സൈഡ് അത് ഈ ഒരു ഭാഗത്തേക്ക് ഇറങ്ങി വരണം. ഇങ്ങനെ വണ്ടി നമ്മൾ ഫ്രണ്ട് കയറ്റി തിരിച്ചാലുള്ള ഒരു പ്രോബ്ലം ആദ്യം പറയാം. അതായത് നമുക്കിത് ഇതുപോലെ വരുന്ന വാഹനങ്ങളെ കാണണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇത് ഇങ്ങനെ തിരിഞ്ഞു നോക്കി വണ്ടി റിവേഴ്സ് എടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഇതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഓക്കെ, എന്നാൽ ബാക്ക് സൈഡ് കയറ്റി തിരിച്ചാലുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് നമുക്ക് നോട്ടം മുന്നോട്ട് കിട്ടുകയും വണ്ടിയുടെ ബാക്കായിരിക്കും ഈ ഒരു സൈഡിലേക്ക് കയറുന്നത്. അതുകൊണ്ട് തന്നെ റോഡിൻ്റെ ലെഫ്റ്റിൽ നിന്നും റൈറ്റ് സൈഡിൽ നിന്നും വരുന്ന വണ്ടികളെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ഇപ്പം ഞാൻ റിവേഴ്സ് ഗിയർ ഇനി കൊടുക്കുന്നു. ഇനി നമുക്ക് വണ്ടി ഈ ലെഫ്റ്റ് സൈഡിലേക്കാണ് വരേണ്ടത്. ഞാൻ സ്റ്റിയറിംഗ് ലെഫ്റ്റ് സൈഡിലേക്ക് ഇത് ഒടിച്ചു കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ബ്രേക്ക് എന്ന് അയച്ചാൽ മതി. ഒരു കയറ്റത്തോട്ടാണ് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് കയറിയത്. ബ്രേക്ക് എന്ന് അയക്കുമ്പോൾ നമ്മുടെ വണ്ടി ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലെ മിറർ നോക്കുന്നു. ഈ ഒരു ഭാഗം നമ്മളിങ്ങനെ തിരിഞ്ഞ് തന്നെ നോക്കുക. ഒപ്പം തന്നെ നമ്മൾ റൈറ്റ് സൈഡും കൂടെ ഇത് ഈ ഒരു ഭാഗം നോക്കുക. ഇപ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങി വരുന്നു. ഇനി നമുക്ക് കുറച്ചും കൂടെ വണ്ടി ബാക്ക് സൈഡിലേക്ക് എടുക്കണം. ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുത്തിട്ട് ക്ലച്ച് ചെയ്യുന്ന ഇത് ഇങ്ങനെ അയക്കുക. അപ്പോൾ നമുക്ക് വണ്ടി ബാക്ക് സൈഡിലേക്ക് കിട്ടും. വീണ്ടും നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. അതിനുശേഷം സ്റ്റിയറിംഗ് ഇങ്ങനെ വലത്തെ സൈഡിലേക്ക് തിരിച്ചു പിടിക്കുക. ജസ്റ്റ് ബ്രേക്ക് പെടലേ എന്ന് പതുക്കെ കാല് അയച്ചു കഴിഞ്ഞാൽ നമുക്കിതേ വാഹനം ഇതുപോലെ തിരിച്ച് എടുക്കാനായിട്ട് കഴിയുന്നതാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയല്ലോ ഫ്രണ്ട് കയറ്റി തിരിക്കുന്ന ഒരു മെത്തേഡ്. ഇനി എങ്ങനെയാണ് നമുക്കൊരു വാഹനത്തിൻ്റെ ബാക്ക് സൈഡ് കയറ്റി തിരിക്കുന്നത്? അപ്പോൾ അതിനും നിങ്ങളെ ഞാനൊരു സ്പേസ് കാണിച്ചു തരാം. നിങ്ങൾ നോക്കുക, എൻ്റെ കാല് ഇതേ ക്ലച്ച് പെടലിൽ നിൽക്കുകയാണ്. നമുക്കിതേ ഇവിടെ നമുക്ക് വണ്ടിയുടെ ബാക്ക് സൈഡ് കയറ്റി തിരിക്കാം. നിങ്ങൾ നോക്കിയാൽ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വണ്ടിയായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് നേരെ മുന്നോട്ട് വരിക. ഈ ഒരു സ്പേസിലേക്ക് നമ്മുടെ വണ്ടി കയറ്റി തിരിക്കണം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ നേരെ മുന്നോട്ട് വരുന്ന സന്ദർഭങ്ങളിൽ നിങ്ങളുടെ ഡ്രൈവിംഗ് സീറ്റിൻ്റെ തൊട്ട് പുറകിൽ വരുന്ന ഈ ഒരു സീറ്റില്ലേ, ഈ സീറ്റിൻ്റെ എൻഡ് ഭാഗത്ത്, അതായത് ആ ഗ്ലാസ് ഏരിയയുടെ ആ ഒരു ഭാഗത്ത് നമ്മൾ തിരിയാനായിട്ട് ഉദ്ദേശിക്കുന്ന റോഡിൻ്റെ എൻഡ് ക്ലിയർ ആയിട്ട് കാണുക. നിങ്ങൾ നോക്കുക, ക്ലിയർ ആയിട്ട് ആ റോഡിൻ്റെ എൻഡ് എനിക്ക് കാണാം ഇത് ഈ ഗ്ലാസ്സിലൂടെ. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ടും ഇടത്തെ സൈഡിലേക്ക് ഒടിച്ചു കൊടുക്കുക. നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡ് ഇടത്തെ സൈഡിലേക്കാണ് കയറേണ്ടത്. ഇടത്തെ സൈഡിലേക്ക് ഒടിച്ചു കൊടുക്കുന്നു. ലെഫ്റ്റ് മിറർ നോക്കുന്നു. ഇനി നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് റിവേഴ്സ് ഗിയർ കൊടുക്കുന്നു. ഇനി വണ്ടി മൂവ് ആക്കാനായിട്ട് ബ്രേക്ക് പെടലിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ ലൈറ്റായിട്ട് കൊടുക്കുക. ക്ലച്ചിൽ നിന്ന് പതിയെ അയക്കുക. അപ്പോൾ നമുക്ക് വണ്ടി ഓഫ് ആകത്തില്ല. ഓഫ് ആകാതെ ഇങ്ങനെ എടുക്കാം. ഇപ്പം ഞാൻ റൈറ്റ് സൈഡിലെ മിറർ നോക്കുന്നു, ലെഫ്റ്റ് സൈഡിലെ മിറർ നോക്കുന്നു. ഒപ്പം തന്നെ ഇങ്ങനെ തിരിഞ്ഞ് തന്നെ നമ്മൾ കയറാനായിട്ട് ഉദ്ദേശിക്കുന്ന സ്പേസ് നോക്കുക. കാരണം ചില ഭാഗങ്ങളിൽ ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട്. അവിടെ നമുക്ക് മിറർ നോക്കി എടുക്കാൻ കഴിയത്തില്ല. ഓക്കെ, അതിനാണ് നമ്മൾ തിരിഞ്ഞു നോക്കുന്നത്. ഇതേ ലെഫ്റ്റ് സൈഡിലെ മിറർ നോക്കുന്നു. തിരിഞ്ഞിങ്ങനെ നോക്കി ആ ഒരു ഭാഗത്തേക്ക് നമ്മുടെ വണ്ടിയുടെ ലെഫ്റ്റ് ഭാഗം കയറി. അതിനുശേഷം നമ്മളിത് റൈറ്റ് സൈഡ് ഈ ഒരു ഭാഗത്തേക്ക് കയറ്റുന്നു. വീണ്ടും നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. വലത്തെ സൈഡിലേക്ക് ഇനി നമുക്ക് വാഹനം തിരിഞ്ഞു കയറാം. ഇതേ ഈ ഒരു ഭാഗം ഇങ്ങനെ കയറി. അതിനുശേഷം സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കുന്നു. ഇനി റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഇതുപോലെ തിരിഞ്ഞ് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ കയറി പോകാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം ഒരു വണ്ടിയുടെ ഫ്രണ്ട് കയറ്റി തിരിക്കുന്നതും ബാക്ക് സൈഡ് കയറ്റി തിരിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ വീഡിയോയിൽ നിന്ന് ലഭിച്ചു എന്ന് കരുതുന്നു. അപ്പോൾ ഇനി നിങ്ങൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും നിങ്ങൾ തിരിക്കേണ്ട സന്ദർഭങ്ങളിൽ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് മാക്സിമം വണ്ടിയുടെ ബാക്ക് സൈഡ് കയറ്റി തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫ്രണ്ട് കയറ്റി തിരിക്കേണ്ട സന്ദർഭങ്ങൾ നമുക്ക് അതുപോലെ വേറൊരു ഓപ്ഷൻ ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ ഫ്രണ്ട് കയറ്റി തിരിക്കുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് തീർത്തും ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എപ്പോഴും തിരിക്കുമ്പോൾ അത്യാവശ്യം ഒരു സ്പേസ് കണ്ടെത്തിയിട്ട് വാഹനം തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒപ്പം ഒരു കാരണവശാലും ഒരു മെയിൻ റോഡിലോ വളവിലോ തിരിവിലോ പോയി തിരിക്കരുത്. തിരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അപകടങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പതിവ് പോലെ തന്നെ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.